ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് അവിടെ പാക്കിങ്ങിന് പോവുകയാണ്. ഇത് പേടിക്കേണ്ട, നമ്മളിനി അടുത്ത് ഞാനിത് ഇവിടെ വെച്ചിട്ടാണ് ബാക്കി വീഡിയോസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് നടാനുണ്ട്. ഓക്കെ, പ്ലാന്റൊക്കെ ഒന്ന് ഇത് ഇത്രയും പ്ലാന്റ്സാണ് നമുക്ക്. ഇത് നമ്മളെ ഇതിൻ്റെ പേര് വന്നിട്ട് നമ്മളെ പ്ലം ക്രൈസി. പിന്നെ ഇത് വന്നിട്ട് ഹോട്ട് പിങ്ക് ആണ്. ഹോട്ട് പിങ്കിന് 2 പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് കിഴങ്ങിന്നൊരു പ്ലാന്റ് വന്നിട്ടുണ്ട് ഹോട്ട് പിങ്ക്. ഇതടുത്ത് ബുൾസൈ ആണ്. ബുൾസൈയിൽ നമുക്കൊരു തൈ കിട്ടിയിട്ടുണ്ട്, ഒരു കിഴങ്ങിന്നുള്ള തൈ തന്നെ കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് ഇത് കാർലോ സൺഷൈൻ എന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് ഇതിനെ എടുത്ത് വെച്ചിട്ട് അതോ ഇനി എന്തോ ഒരു പിങ്ക് എന്നൊരു വെറൈറ്റി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതാണെന്ന് അറിയില്ല. സോ ഇതിന് ഞാനിപ്പോൾ 1 എന്ന് ഞാൻ നമ്പർ കൊടുത്തിട്ട് എന്നെ സെപ്പറേറ്റ് ഇട്ട് അൺനോൺ 1 അങ്ങനെ കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയും പ്ലാന്റിൽ കളക്ട് ചെയ്തുകൊണ്ട് എനിക്കിതാ അതിന് മുകളിലേക്ക് പോകണം. അവിടെ പോകാൻ വേണ്ടി വേറെ നമുക്ക് പ്രത്യേക പ്ലേസ് ഇല്ല. സോ അതുകൊണ്ട് ഞാൻ ഇത് അസാഹസികമായിട്ടാണ് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പോവാം. സോ ഞാനിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ക്യാൻ വി സ്റ്റാർട്ട്? ഞാൻ ഇതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചോട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് കുറച്ച് ശ്രമകരമായിട്ടുള്ള പണിയാണ്, കാരണം ഇത് തമ്മിൽ കിഴങ്ങ് തെറ്റിപ്പോകാത്ത രീതിയിൽ ചെയ്യണം. ഓക്കെ, ഇത് നമുക്കറിയാം ഹോട്ട് പിങ്ക് എന്നറിയാം എനിക്ക്. ഇത് പ്ലം ക്രൈസി എന്നും എനിക്കറിയാം. സോ പ്ലം ക്രൈസി അത്യാവശ്യം ഒരു കൂടിയൊരു വെറൈറ്റിയാണ്. സോ പ്ലം ക്രൈസിക്ക് ഞാൻ ഇങ്ങനെ വെച്ച് ഇവിടെ തന്നെ ഇതിനെ കിഴങ്ങിനെ എടുത്ത് വെച്ചിട്ട് കിഴങ്ങതിന് മാറിപ്പോകല്ലേ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടല്ല നമ്മൾ ആ രീതിയിൽ കൊണ്ടുപോവുകയാണ്. ഓക്കെ, അതിന് സെറ്റ് ചെയ്ത് വെച്ചു. കാണാമല്ലോ, നിങ്ങൾക്കെല്ലാം കാണാമെന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഇതിന് അത്രയും കൂടെ ഒരു കവറിലാക്കുക, അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാണ് എൻ്റെ മോളിൽ കൊണ്ടുപോകാനുള്ളത്. സോ അപ്പോഴും നമുക്ക് തമ്മിൽ ചിലപ്പോൾ വേർതിരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഹോട്ട് പിങ്ക് എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? അത് ഹോട്ട് പിങ്ക് വേറെ, ഇത് വേറെ ഏതൊരു വെറൈറ്റിയാണ് ഞാൻ മേടിച്ചത്, അതറിയില്ല. സോ ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബുൾസൈ ആണ്. ബുൾസൈയിൽ 1 ഉണ്ടാവും, ഒരു നല്ലൊരു എല്ലാം നല്ല പ്ലാന്റാണ്, നല്ലൊരു കിഴങ്ങും ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് എത്രയും ഇതിലകത്ത് വെറുതെ അങ്ങോട്ടേക്കാണ്. ഓക്കെ, ഇതെല്ലാം അവൻ്റെ ആണ്, മനസ്സിലായാലും തെറ്റിപ്പോവാണെങ്കിൽ എനിക്ക് വീഡിയോ കണ്ടിട്ട് എടുത്ത് നോക്കാമല്ലോ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ പൊളിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ ഇനി ഇവിടേക്ക് വയ്ക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് നിങ്ങൾക്ക് കണ്ടുകൂടാം, ഇപ്പോൾ കാണിച്ചത് കണ്ടോ നിങ്ങൾ? അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ വെച്ചത്. ഇനിയാണ് സാഹസികമായി ചാടിക്കയറാൻ പോകുന്നത്. വൈകുന്നേരം കയ്യിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനി മുകളിൽ പോയിട്ട് അവിടെ നമ്മുടെ ഈ പ്ലാന്റിനെ സുരക്ഷിതമാക്കി വയ്ക്കാൻ വേണ്ടി കുറച്ച് സംഭവങ്ങൾ വേണം, അതെല്ലാം സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്യാൻ വി സ്കിപ്പ് ടു ദ ഗുഡ് പാർട്ട്? അമ്മച്ചി ഓക്കെ, നമ്മുടെ പ്ലാന്റ് ഇവിടെ ഇരിപ്പുണ്ട്. പ്ലാന്റിനെ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ തിങ്ക് എവരി വൺ ക്യാൻ സീ ദി പ്ലാന്റ്. കണ്ട, ദർ ഇസ് ദ പ്ലാന്റ്. ഓക്കെ, ഇനി ഈ പ്ലാന്റിനെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ഒമ്മച്ച്. ഓക്കെ, അപ്പോൾ ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇതെല്ലാം ഇവിടെ അലങ്കോലമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇനിയാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് ഓരോ പ്ലാന്റായിട്ട് നമുക്ക് ചെയ്യണം. കണ്ടോ, ഇതാണ് നമ്മുടെ പ്ലാന്റ്സ്. കണ്ടോ, കാണാമല്ലോ, ഇതെത്രയാണ് നമ്മുടെ പ്ലാന്റ്സ്. അവിടെ നമ്മൾ സെറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന പ്ലാന്റ് കൊണ്ടുപോകുന്നു. ഓരോന്നിൽ വെറൈറ്റി ആയിട്ടുള്ള ഓരോ പ്ലാന്റ്സ് നമുക്ക് നട്ടുപിടിപ്പിക്കാം. ഫസ്റ്റ് അങ്ങറ്റത്തേക്ക് ഞാനത് വയ്ക്കാം. ഞാൻ ഇതിൽ പ്ലം ക്രൈസി എന്ന് പറഞ്ഞ പ്ലാന്റ് നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ, പ്ലം ക്രൈസി എന്ന് പറഞ്ഞ പ്ലാന്റ് ഇതിൽ ഫസ്റ്റ് ആ പ്ലാന്റ് എടുക്കാൻ പോകുന്നു. ഓക്കെ, പ്ലം ക്രൈസി എടുത്തു. ഈ കിഴങ്ങിനെ നമുക്ക് ഈ എടുക്കുന്ന കിഴങ്ങിനെ അതിലേക്ക് തന്നെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം ആ കിഴങ്ങ് പൊടിച്ചു വരും. അടുത്ത പ്രാവശ്യം ഈ പ്രാവശ്യം തന്നെ പൊടിച്ചു വരും. സോ കിഴങ്ങിനെ അവിടെ വെറുതെ ഇട്ടു ആദ്യം. അതിനുശേഷം ആ പ്ലാന്റ് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഇനി കുറച്ച് കല്ല് താഴെ നിർത്തുകൊണ്ടിരുന്നു, എന്നിട്ട് ഇതിൻ്റെ മൂട്ടിലൊക്കെ ചെറിയൊരു കല്ല് പോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ പ്ലാന്റ് ഒന്ന് സെറ്റായിട്ട് നിൽക്കും. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം നിന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു പ്ലാന്റ് നട്ട് കഴിഞ്ഞു, കാണാമല്ലോ നിങ്ങൾക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഇതവിടെ ആ ഒരു പ്ലാന്റ് കഴിഞ്ഞു. അടുത്ത് ഇതിന് പ്ലം ക്രൈസിന് എഴുതി വയ്ക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതിന് പ്ലം ക്രൈസിന് എഴുതി വയ്ക്കണം നമുക്ക്. പ്ലം ക്രൈസി എൻ്റെ ഇതിൽ 2 പ്ലാന്റ് ആയിപ്പോയുള്ളൂ, ഒരു പ്ലാന്റ് സെയിലായിപ്പോയി. ഓക്കെ, പ്ലം ക്രൈസി കഴിഞ്ഞു. ഓക്കെ, അടുത്ത പ്ലാന്റ്. ഓക്കെ, ഈ മെയിൻ പ്ലാന്റ് ഞാൻ കരുതുന്നു ഇത് രണ്ടിലും കൂടെ ഒന്നിൽ തന്നെ നടാൻ വേണ്ടി പോവുകയാണ് ഞാൻ. ഇതിലേക്ക് തന്നെ ഇതിനെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിനെ ഒന്നിലേ മാറ്റി നടാം അല്ലേ. ഓക്കെ, ഇതായി ഒരു കിഴങ്ങും ദൈവനെയും കൂടെ ഇതിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, പൊങ്ങി വരാത്ത രീതിയിൽ സെറ്റാക്കി. ഇതിൻ്റെ പേര്
ബുൾസൈ. ഓക്കെ, ബുൾസൈ ആണ്. ബുൾസൈ എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത് അവിടെ ഒരെണ്ണം കൊണ്ട് വെച്ച് അമ്മ കുറച്ച് കല്ലെടുത്തിട്ട് വരണേ. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അവിടെ നമ്മുടെ അഴുക്ക ലീഫ് ഞാൻ കളയാം. ഓക്കെ, അല്ലേ, ഇതിൻ്റെ പേരും ബുൾസൈ തന്നെയാണ്. ബുൾസൈ. ഇനി 3 എണ്ണം ഉണ്ട്, 3 എണ്ണത്തിനും കൂടെ നടാം. അടുത്ത പ്ലാന്റ്. ഓക്കെ, അതെടുത്ത് ഞാൻ മാറ്റാം. ഓക്കെ, അടുത്ത നമ്മൾ ഈ ഹോട്ട് പിങ്ക് എന്ന് പറഞ്ഞ സാധനത്തിന്, ഇത് ഹോട്ട് പിങ്ക് ആവാം അല്ലെങ്കിൽ വേറൊരു സംഭവം ആവാം, ഇത് രണ്ടിലേതുമാണ്. ഇത് ഹോട്ട് പിങ്ക് അല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, വാവ്, മഴ സ്റ്റാർട്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഈ പ്ലാന്റിനെ അങ്ങ് പൊന്തി വെച്ച് കൊടുക്കുക അതിലേക്ക്. ഇത് രണ്ടിനും 2 ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോഴേ 2. ഇതിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് മറന്നുപോയി, അതുകൊണ്ടാണ്. ഇനി ഫ്ലവർ വരുമ്പോൾ നമുക്കിത് രണ്ടും ഒരു ടൈപ്പാണ് മനസ്സിലാക്കുക. അതിനുവേണ്ടി ഞാൻ 2 എന്ന് എഴുതി, രണ്ടും 2 എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കി അറിയാമെന്നുള്ള പ്ലാന്റ്സാണ് ബാക്കി നട്ടത്. ഇനി നമുക്ക് അറിയില്ലാത്ത ഒരു പ്ലാന്റ് കൂടെ നടാനുണ്ട്. അതിൻ്റെ കിഴങ്ങുകൾ. അതിൻ്റെ വലിയ പ്ലാന്റ് വലിയ പ്ലാന്റ് ഇതിലേക്ക് നടാം. കാരണം വലിയ പ്ലാന്റ് ഇതിലേക്ക് നടാന്ന് പറഞ്ഞാൽ ഈ കൊക്കിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. കാണാമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക്. ഓക്കെ, അതവിടെ അങ്ങ് സെറ്റായി. അതിൻ്റെ കൂടെ ഒരെണ്ണം ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഇത് 2 ഇട്ട് കൊടുത്തു. ഇതിനെ 3 എന്ന് എഴുതാൻ പോവുകയാണ്. 3. ഇതും 3. അയ്യോ സോറി. ഓക്കെ, 2 3 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം ക്ലിക്കായിട്ടുണ്ട്. ഇതാ കഴിഞ്ഞിട്ടുണ്ട് പരിപാടീസ്. ഓക്കെ, കല്യാണോ ഇല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെയാണ് നമ്മുടെ ഇന്നത്തെ നടക്കം. ഇനി അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം കൊണ്ടുപോകണം തിരിച്ച്. ഓക്കെ, ഇതിനെല്ലാം തിരിച്ച് കൊണ്ടുപോകണം. അതൊരു വലിയ പരിപാടിയാണ്. കല്ല് ഈ അതെടുത്ത് കളയാം. അമ്മ കല്ല് ഈ സൈഡിലോട്ട് ഇടാൻ പറ്റുമോ? ഈ സൈഡിലോട്ട് ഇട്ടാൽ ഓക്കെ. ഇത്രയുള്ള കല്ലുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് വലിയ കല്ല് വേണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് കല്ലെടുത്ത് ഇനി സൈഡിലേക്ക് അങ്ങ് ഇട്ടിരുന്ന് കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ പ്രസ്സായിട്ടിരുന്നോളൂ. അപ്പോൾ 2 കല്ല് വേണം, 2 വലിയ കല്ല് മതി. അപ്പോൾ നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിലും ഇതിലും ഒരു കല്ല്, അല്ല അതിലും കൂടെ 2 കല്ല് വെച്ച് കൊടുക്കണം. അപ്പുറത്ത് കൊണ്ടുവരാനാ? അത് മതി. കുഴപ്പമില്ല, അവിടെ എടുത്തിട്ട് പിടിക്കാൻ പാടാ എനിക്കത്. നേരെ കല്ല് കൂടെ എടുത്തോണ്ടരാളായിരുന്നു, ഞാൻ മിസ് ചെയ്തു. അത് മതി അത്രേ ഉള്ളൂ. കല്ല് വന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഒരു കല്ല് എത്തിയിട്ടുണ്ട്. അതിൻ്റെ കാലിൽ തന്നെ വന്നിട്ടുണ്ട്. മതി. താങ്ക് യു. ഫ്രണ്ട്സ്, എൻ്റെ കല്ല് അവിടെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി പൊങ്ങി വരില്ല. അത് നമുക്കിത് 2 ദിവസത്തേക്ക് വേണ്ടിയാണ്. കാരണം ഈ പ്ലാന്റ് ഒന്ന് പിടിച്ച് കിട്ടുന്ന സമയം വരെ. അമ്മ അതിനെ എടുത്ത് തരാൻ പറ്റുമോ അമ്മ? അത് വാല. ഓക്കെ, അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ ഇതിൽ വല വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ 2 കമ്പും കൊണ്ടുണ്ടെങ്കിൽ എടുത്ത് ഒരു 4 കമ്പേ അമ്മ. ഇതിങ്ങനെ നമ്മൾ വച്ചു കൊടുത്തില്ല ഉണ്ടാ? ചെറുതല്ലേ? പിന്നെ അതുകൊണ്ടെങ്കിൽ എടുത്തിട്ട് ഓക്കെ കിട്ടും. അമ്മ ഒരു 4 കമ്പും കൂടെ നീളമുള്ളത് ഒരു ഡബിൽ പുറത്ത് വെച്ചിരിക്കുന്നത് അതിൽ. ഹായ് അരുണ ചേട്ടാ. ഫ്രണ്ട്സ് കണ്ട അപ്പുറത്തെ വീട്ടിലുള്ള ലാവണി പോയാ? പോയി. അരുണ ചേട്ടാ എന്ന് വിളിച്ചിട്ട് ഓടിക്കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാനിത് ഇതിലേയും കൂടെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇത് റെഡി ആവില്ല. വന്നാ വീണ്ടും സുഖം ഇല്ലേ? വയ്യേ? പിന്നെ പോയി കിടന്നുറങ്ങിക്കോ. ചാറ്റ. ഇനി ഇതിൽ നമുക്ക് ഇവിടെ പോയി. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൽ
ഇങ്ങനെ വച്ചു കൊടുത്തില്ലെങ്കിൽ ഇതൊന്നും വലിയ കുഴപ്പം വരില്ല. ഇത് കാരണം ഇതിൽ നമുക്കിങ്ങനെ വല ഉള്ളതുകൊണ്ട് കാക്കയ്ക്ക് തലയ്ക്ക് സുഖം അല്ലെങ്കിൽ പോക്കളയും വന്നിറങ്ങൂല പെട്ടെന്ന്. കുറച്ച് തലയ്ക്ക് സുഖമില്ലാത്ത കാക്കകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കാക്കകൾ വന്നിട്ട് ഞാൻ എപ്പോഴും ചെയ്ത് വയ്ക്കുന്നതിൻ്റെ അടുത്ത ദിവസം വരുമ്പോൾ നല്ല ചെടിയായിരിക്കും, തറയിലെടുത്തിട്ടിരിക്കണതാണ്. അത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമായിരിക്കും. ഇതാ ഇനിയിപ്പോൾ അമ്മ വാ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ നട്ട് വെച്ച് കഴിയുമ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ കാക്ക എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ നോക്കണം. പിന്നെ ഇനി ഇവിടെ ഇട്ടിന് കെട്ടിയിട്ട കല്ലിനെ എടുത്ത് ഇങ്ങോട്ടിടാം. അപ്പോൾ അത്രയും ഭാഗം കവറാകും. കണ്ട നേരത്തെ നന്നായിട്ട് കിടന്നു, ഇപ്പം കുറച്ച് നല്ല രസം. ഓക്കെ, അത് കുഴപ്പമില്ല. അതിൽ ആ സൈഡ് ഇപ്പുറത്തിറങ്ങാതിരുന്നാൽ മതി, ലൈക്ക് കവർ ചെയ്ത്. ഇവിടെ ഇനി ഇങ്ങോട്ട് ഇങ്ങനെയാണ് ഇവിടെ കിടന്ന്. ഇതിനിപ്പം ഇങ്ങോട്ട് കെട്ടാൻ വേണ്ടി ഒരു കയറെടുത്ത് കെട്ടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളിവിടെ ഈ ഒരു പ്ലേസിൽ. ഇനി നമുക്കിത് പോയിട്ട് വേറൊരു പ്ലേസും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് നേരുന്നു. ഓക്കെ, 2 പാർട്ട് 2 നമ്മൾ 2 വീഡിയോ ഒരുമിച്ച് സെറ്റ് ആയിട്ടാണ് ഇടുന്നത്. അത് മതി. ഓക്കെ, അമ്മ അടിപൊളി കമ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കാക്ക എടുക്കാതിരിക്കാൻ വേണ്ടി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കമ്പെല്ലാം വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ കൊണ്ടുവരുമോ? ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചോളാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അമ്മ ഇപ്പോൾ ഇവിടെ നിന്ന് കമ്പ് കൊണ്ടുവരും. അടുത്ത കമ്പ്. ഓക്കെ, കമ്പുകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ പരിപാടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ കമ്പ് വെച്ചു, ഇങ്ങനൊരു കമ്പ് വെച്ച്. ഇത് വച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്ക കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ആ വളർത്തിയെടുത്ത് ആ ചെടി പൊക്കിട്ട്. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ഒരു അറ്റംപ്റ്റ് എടുക്കുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാ ഇതിലിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാക്ക കൊണ്ടുപോകില്ലേ. ഇതാ പിന്നെ അതിൽ വരുന്ന ഇങ്ങനത്തെ വേസ്റ്റ് ലീഫൊക്കെ നമുക്ക് എടുത്ത് കളയാം. ഇതാ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ പുറത്ത് നിൽക്കുന്ന ലീഫിനെയൊക്കെ എടുത്ത് കളയുന്നതാണ് ബെറ്റർ. അതാകുമ്പോൾ പെട്ടെന്ന് പുഴുവൊന്നും വരില്ല. ഓക്കെ, മതിയല്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓലക്കല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ പരിപാടി കഴിഞ്ഞ് നമ്മൾ പിന്നെ മറ്റൊരു കാര്യം, കൂത്താടി വരാതിരിക്കാൻ വേണ്ടി മീനിടണം. അത് മുഖ്യമാണ്. സോ ഞാൻ മീനുകളിടെ ഇവിടെയാണ് ഇതിലൊക്കെ. ഓക്കെ, ഓരോ മീനായിട്ട് മീൻ വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും മീൻ നേരത്തെ വിട്ടുന്നുണ്ട്. നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് മീനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി. അപ്പോൾ മീനും എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ കവറക്കടകൾ വല്ല ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അല്ല, ബാക്കിയല്ല, നമ്മൾ ഇത് വെച്ചിട്ടാണ് മറ്റേ എഴുതുന്നത്. എന്തോ വൈറ്റ്നർ. അതിനുശേഷം എന്താ ഇതിനെല്ലായിടത്തും വച്ചു. ഓക്കെ, ഇനി തിരിച്ചുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് നേരത്തെ ചാടി ഇറങ്ങിയതുപോലെ മൗഗ്ലി ചാടിനെ പോലെ ചാടി ഇറങ്ങണം. ഇത് വൃത്തിയാക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ഇതെല്ലാം വെച്ചിട്ട് ഇനി ഇവിടെ നിന്ന് ചാടി അങ്ങ് ഇറങ്ങണം. അപ്പം പരിപാടി കഴിയും. ഓക്കെ, സ്കൂൾ വണ്ടിയിലൊക്കെ പിള്ളേരൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ പയ്യെ താഴേക്ക് ചാടാം അമ്മച്ചി. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസൊക്കെ മേടിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ട, ഞാൻ അവിടെ മുകളിൽ ഇത്രയും വൃത്തിയാക്കിയപ്പോൾ എൻ്റെ വീടിൻ്റെ ചുറ്റും ഉണ്ടായ പ്രശ്നങ്ങൾ, ഇതിന് കാരണം എൻ്റെ അമ്മ എനിക്ക് വഴക്ക് തരും. അത് വേറൊരു കാര്യം, അതിന് കേൾക്കാം, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, കണ്ട ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത്ര നേരം വീഡിയോ എടുത്തത്. അതായത് ഇത് നമ്മൾ ഇങ്ങനെയായിട്ട് വൃത്തിയാക്കി കുറേ പ്ലാൻ എല്ലാം വൃത്തിയാക്കി ഞാൻ കഴുകിയൊക്കെ വെച്ചു. ഈ ഭാഗമൊക്കെ ഫുള്ള് വെള്ളമൊക്കെ വീഴുന്നു. എല്ലാ വെള്ളം കൊണ്ട് ഇറങ്ങാൻ പാടാണ്. സോ അതുകൊണ്ട് ഞാൻ കൊണ്ടിറങ്ങാറില്ല. ബാക്കി വന്ന വേസ്റ്റ് ചെളിയെല്ലാം നമ്മളിപ്പോൾ ചെടിക്ക് വേണ്ടി, ചെടിയുടെ മൂട്ടിലത്തേക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അതോടെ റെഡിയായി വരും. ഇതാണ് നമ്മൾ വൃത്തിയാക്കി. അതിൻ്റെ മുകളിൽ നേരത്തെ ഇരുന്ന ടൈപ്പ് പാത്രങ്ങളാണിത്. ഇത് ചെറുതാണ്, നമ്മളിപ്പോൾ വലുതാണ് വെച്ചത്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ആമ്പൽ മേടിക്കാൻ താല്പര്യമുള്ള മേടിക്കുക. ഇതിപ്പം കണ്ടത് നമ്മുടെ എൻ്റെ ഒരു കുഞ്ഞ് നേഴ്സറി പോലത്തെ പ്ലേസ്, നമ്മൾ നേഴ്സറി അല്ല, കുഞ്ഞ് ഗാർഡനാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ ഗാർഡൻ നമുക്ക് അറിയാലും കണ്ടിട്ടുള്ളതായിരിക്കും, നമുക്ക് വേറൊരു പ്ലേസിലുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന വീഡിയോ. അതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ സൈനിങ് ഔട്ട്. ബൈ ബൈ.